ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പ്രവീൺ. നമ്മൾ എംബഡഡ് സിസ്റ്റത്തിൻ്റെ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സിഗ്നലൈസേഷൻ ഒരു ഭാഗമാണ് പരിചയപ്പെടുന്നത്. ഇതിൽ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ CPU ഒരു മെയിൻ ഫാക്ടറാണ്. OS ഒരു മെയിൻ ഫാക്ടറാണ്. അപ്പോൾ OS വർക്ക് ചെയ്യുന്ന എന്തെല്ലാം ഭാഗങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് അതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് സംസാരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ. നിങ്ങൾ കേട്ട് നോക്കുക. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഭാഗമാണ്. അതായത് എംബഡഡ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നോക്കാം. ഓക്കെ, കണ്ടൻസ് എന്ന് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളതാണ്. ഒന്ന് പ്രോഗ്രാം എന്താണെന്ന് പറയുന്നുണ്ട്, രണ്ടാമത് പ്രോസസ്സ് എന്താണെന്ന് പറയുന്നുണ്ട്, പിന്നെ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് എന്താണെന്ന് പറയുന്നുണ്ട്. ഇത് 3 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം തുടങ്ങാം. അപ്പം നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നുള്ളതിനെക്കുറിച്ചൊന്ന് പറയാം. നമ്മുടെ നിത്യജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അറിയാതൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത്. എന്താ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടുതലായിട്ട് പറയുന്നതാണ്. പിന്നെ iOS, വിൻഡോസ്, ലിനക്സ്, ഇങ്ങനെ പറഞ്ഞ് ഒത്തിരി നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഈ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്കറിയണമെന്ന്, എന്നാലും നമ്മൾ അറിയാത്ത ഒത്തിരി പേരുണ്ട് എന്നിട്ട് പറയുന്നുണ്ട്. നമുക്ക് ജനറലായിട്ടൊരു ലേമാൻ കൺസെപ്റ്റിൽ നമുക്കന്ന് നോക്കാം എന്താണെന്നുള്ളത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഹാർഡ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, ഹ്യൂമൻ വെയർ ഉണ്ട്. അതായത് യൂസർ. ഈ യൂസറിന് വേണ്ടുന്ന കാര്യങ്ങൾ ഹാർഡ്വെയറിന് അല്ലെങ്കിൽ അതിനകത്തുള്ള മദർ ബോർഡിനെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഭാഗമാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ ഇൻ്റർഫേസ്. അപ്പോൾ അങ്ങനെ എനിക്കിപ്പോൾ ഒരു പ്രിൻ്റ് എന്നുള്ള കമാൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടുന്നത് പ്രിൻ്റാണ്. ഇത് ഹാർഡ്വെയറിനെ മനസ്സിലാക്കി ഹാർഡ്വെയർ അനുസരിച്ച് പ്രിൻ്ററിനെ ഓൺ ചെയ്യുന്നു, ഡേറ്റ എടുക്കുന്നു, ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം. ഈ ഒരു ജോലി ചെയ്യലാണ് ശരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ എത്ര മെമ്മറി വേണം, എത്ര സമയം വേണം, ലൊക്കേഷൻസ്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മളൊന്നും അറിയുന്നില്ല, നമ്മളെ ക്ലിക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പുറത്ത് പ്രിൻ്റ് വരുന്നു എന്നുള്ളത് മാത്രമേ നമുക്കറിയൂ. പക്ഷേ ബാക്കിയുള്ള ജോലികളൊക്കെ അതിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നുണ്ട്. ശരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ള അതിൻ്റെ ഒരു ജോലി തന്നെയാണ്. പിന്നെ നമ്മുടെ സ്കോപ്പിൽ വരുന്നതെന്ന് വെച്ചാൽ എംബഡഡ് സിസ്റ്റത്തിൻ്റെ OS ആണ്. പാർട്ടോസ്, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതൊരു ഇതായിട്ട് വരുന്നത് എന്താണ്, എംബഡഡ് OS ആണ്. അപ്പോൾ ഈ എംബഡഡ് OSനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൈക്രോ കൺട്രോളർ, അതിൻ്റെ കൂടെ വരുന്ന ബാക്കിയുള്ള അക്സസറീസ്, ഞാനിടുന്ന ഒരു പ്രോഗ്രാം, ഈ പ്രോഗ്രാമിനെ എഫിഷ്യൻ്റായിട്ടുള്ള രീതിയിൽ ടൈം, റിസോഴ്സ്, കാര്യങ്ങളെല്ലാം നോക്കി സെറ്റ് ചെയ്യുന്ന ഒരെണ്ണമാണ് OS എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എൻ്റെ ഒരു സിസ്റ്റം, എംബഡഡ് സിസ്റ്റം ഞാൻ ഉണ്ടാക്കുന്നത്, അതിനകത്ത് 2 സൈഡിൽ നിന്നുള്ള സീരിയൽ കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യലാണ് അതിന് ഉണ്ടാക്കിയേക്കുന്നതെന്ന് വെക്കുക. സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്ട് A ആൻഡ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്ട് B. ഇതിൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്ട് A ഒരു റിസീവ് ചെയ്യാൻ തുടങ്ങിയാണ്, ഒരു അസിൻക്രണസ് സീരീസ് റിസീവ് ചെയ്യാണ്. സ്വാഭാവികമായിട്ടും ആദ്യം സ്റ്റാർട്ട് ബിറ്റ് വരും, ഇനിഷ്യലൈസ് ചെയ്യും, ദെൻ ഫസ്റ്റ് ബിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ഫസ്റ്റ് ബിറ്റ് വരുന്നു, സെക്കൻഡ് ബിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, സെക്കൻഡ് ബിറ്റ് വരുന്നു, അങ്ങനെ 8 ബിറ്റ് വെയിറ്റ് ചെയ്യുന്നു. ആ 8 ബിറ്റും വന്നു കഴിയുന്നു, സ്റ്റോപ്പ് ബിറ്റ് വരുന്നു, ആ ഫംഗ്ഷൻ കഴിഞ്ഞു. ഇനി പോർട്ട് ബിയിലാണെങ്കിൽ ഇതേപോലെ തന്നെ ആദ്യം സ്റ്റാർട്ട് ബിറ്റ് വരുന്നു, വെയിറ്റ് ചെയ്യുന്നു, അങ്ങനെ. ഇതിനകത്ത് ഇപ്പോൾ ഞാനൊരു OS ഇട്ടിട്ടില്ല എങ്കിൽ, അല്ലാതാണെങ്കിൽ ഈ ഫസ്റ്റ് എന്ന് വെച്ചാൽ A പോർട്ടും ഫുള്ള് റിസീവ് ചെയ്തതിന് ശേഷമാണ് B പോർട്ട് റിസീവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്രയും ടൈം അവിടെ മാറി, പവർ, ഇതെല്ലാം. ഇനി ഞാൻ OS ഇടുകയാണ്, ആ സിസ്റ്റത്തിന് ഒരു OS കൊടുക്കുകയാണ്, ഒരു റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ, ആദ്യം ഈ പോർട്ട് Aയിൽ വന്ന കാര്യങ്ങൾ, അതായത് ആദ്യം പോർട്ട് Aയിൽ സ്റ്റാർട്ട് ബിറ്റ് വരുന്നു, സ്റ്റാർട്ട് ബിറ്റ് വന്നു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുന്നു, ദെൻ ഫസ്റ്റ് ബിറ്റ് വരുന്നു, പിന്നെ വെയിറ്റ് ചെയ്യുന്നു, സെക്കൻഡ് ബിറ്റ് വരുന്നു. ഈ സെക്കൻഡ് ബിറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോർട്ട് Bയിൽ എന്ത് വരുന്നത്, ഒരു സ്റ്റാർട്ട് ബിറ്റ് വന്നു. അപ്പം എയിൽ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്കുണ്ട് Bയിൽ വന്നിട്ട് പറയുന്നു, ഞാനും ഇവിടെ ഡേറ്റ തരികയാണ്, ഇതും റിസീവ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റം എന്ത് ചെയ്യും, OS എന്ത് ചെയ്യും, ഈ ഫസ്റ്റ് ബിറ്റ് കഴിഞ്ഞ് സെക്കൻഡ് ബിറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഡേറ്റ വരുന്നത്. അപ്പോൾ അതിനകത്തെ ഫസ്റ്റ് ബിറ്റിനെ അവിടെ സ്വീകരിച്ചു കഴിഞ്ഞു. അതായത് A എന്ന് പറയുന്ന പോർട്ട് ആദ്യത്തെ ബിറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ ബിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം, അതൊരു ഫ്രീ ടൈമാണ്. ആ ടൈം കൊണ്ട് Bയിലെ ഫസ്റ്റ് ബിറ്റിനെ റിസീവ് ചെയ്യും. Bയിലെ ഫസ്റ്റ് ബിറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആ സമയം കൊണ്ട്
എയിലെ ബിറ്റിനെ റിസീവ് ചെയ്യും. അത് കഴിഞ്ഞ് എയിലെ ബിറ്റ് എന്ത് ചെയ്യും, റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് കണ്ടീഷനാണ്. ആ സമയത്ത് ബിയിലെ അടുത്ത ബിറ്റിനെ റിസീവ് ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ ഇൻ്റർലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇടവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എത്ര എണ്ണം ഉണ്ടോ അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ OS ഷെഡ്യൂൾ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ടൈം കുറയുന്നു. രണ്ടാമത് തരത്തിൽ പറഞ്ഞാൽ പവറിൻ്റെ കൺസപ്ഷൻ വ്യത്യാസം വരുന്നു. മൂന്നാമത് പറഞ്ഞാൽ സ്പീഡപ്പ് ചെയ്യുന്നു, പാരലിസം, ഇങ്ങനെയുള്ള ഒത്തിരിയും കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇതാണ്, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പെട്ടെന്ന് ചില സിസ്റ്റത്തിൽ ഇപ്പം ഫ്ലൈറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫ്ലൈറ്റിൽ സഡൻ റെസ്പോൺസ് വേണം. ഇപ്പോൾ ഒരു 10 സെൻസർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ സെൻസറിനെയും കവർ ചെയ്തുകൊണ്ടിരിക്കണം. ഓരോ സെൻസറിനകത്തും വരുന്ന ഡേറ്റ എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യണം, അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ വേണം. അപ്പോൾ അതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നതുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി മുന്നോട്ട്. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രോഗ്രാം ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു ക്യാരി ഔട്ട് എ സിമ്പിൾ ടാസ്ക്. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആരോട് ചോദിച്ചാലും, കമ്പ്യൂട്ടർ പഠിച്ചിട്ടുള്ള ആരോട് ചോദിച്ചാലും വാട്ട് ഈസ് എ പ്രോഗ്രാം ഈസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, കഴിഞ്ഞു, ക്യാരി ഔട്ട് എ സ്പെസിഫിക് ടാസ്ക്. അപ്പോൾ ഇത് ശരിക്കും പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് വേറെ രീതിയിൽ തന്നെ മനസ്സിലാവുന്ന രീതിയിൽ ഇത് ഉപമിക്കാം. ഒരു മോർച്ചറിയിൽ ഒരാൾ കിടക്കുന്നു, ഒരു ഡെഡ് ബോഡി കിടക്കുന്നു, ഒരാളല്ല, ഒരു ഡെഡ് ബോഡി കിടക്കുന്നു. ഈ ഡെഡ് ബോഡിക്ക് കിടക്കാൻ വേണ്ട സ്ഥലം 6 അടി നീളം, 1.5 അടി വീതി, ആ ഒരു സ്ഥലത്താണ് അയാൾ കിടക്കുന്നത്. ആ ഒരു സ്പേസ് അയാൾ ഒക്യുർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കിടക്കുന്ന മനുഷ്യനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അയാൾക്കൊന്നും വേണ്ട, വസ്ത്രം വേണ്ട, ഫുഡ് വേണ്ട, വേറെ വണ്ടി വേണ്ട, വീട് വേണ്ട, ഒരു റിസോഴ്സും അയാൾക്ക് ആവശ്യമില്ല. കാര്യം ഈ ഒരു വ്യക്തി അവിടെ കിടക്കുന്നേ ഉള്ളൂ, അത് കിടക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അത് പാസീവ് നേച്ചർ, അല്ലെ പാസീവ് എൻഡൈറ്റിയാണ്, അതൊന്നും ചെയ്യാൻ പറ്റില്ല, ആക്റ്റീവ് അല്ല. ലോങ്ങർ ലൈഫ് സ്പാൻ, എത്ര കാലം വേണേലും മെയിൻറ്റെയിൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നോളും, അല്ലേ? ചില ശവശരീരങ്ങളൊക്കെ മമ്മിയൊക്കെ ഇപ്പോഴും ഈജിപ്തിൽ എടുക്കുന്നുണ്ട്, കണ്ടാൽ അതിനകത്ത് അത് ആൾ യോഗ്യനായിട്ട് തന്നെ ഇരിപ്പുണ്ട്, അല്ലേ? അന്ന് പ്രോസസ്സ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ലോങ്ങർ ലൈഫ് സ്പാനാണ്. കാര്യം മരിച്ചത് ഇനി അതിനകത്തൊന്നും സംഭവിക്കാനില്ലെന്ന്. ദെൻ പ്രോഗ്രാം ഈസ് സ്റ്റോർഡ് ഓൺ സെക്കൻഡറി മെമ്മറി. ഇതെപ്പോഴും സെക്കൻഡറി മെമ്മറിയിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചത്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി അതർ റിസോഴ്സ്. മറ്റ് റിസോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ റിസോഴ്സ് ഒന്നുമുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് തന്നെയാണ് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ സെക്കൻഡറി മെമ്മറിയിൽ സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. ഇപ്പം ഞാൻ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന സാധനം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, CD ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെക്കൻഡറി മെമ്മറി, അതായത് ഹാർഡ് ഡിസ്കിൽ പോയി കിടക്കത്തേ ഉള്ളൂ. ഹാർഡ് ഡിസ്കിൽ അതവിടെ കിടക്കുക, അതുകൊണ്ട് ഒരു ഗുണമില്ല. അതവിടെ കിടക്കുന്നതെന്നും പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുന്നു പറഞ്ഞാൽ ചത്തതുപോലെ അവിടെ കിടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി ഇങ്ങനെയുള്ള ആ കിടക്കുന്ന സാധനത്തിനെ നമ്മൾ പ്രോഗ്രാം അവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാം. മറ്റേ മമ്മിയോടെ കിടക്കുന്ന പോലെ, അല്ലെങ്കിൽ ശവമോടെ കിടക്കുന്ന പോലെ ആ ശവം അവിടെ കിടപ്പുണ്ട് എന്ന് പറയാം, അല്ലേ? ഈജിപ്തിലെ മമ്മി അവിടെ ഇരിപ്പുണ്ട്, ആ മമ്മിയാണ് അതിനകത്തുള്ളത്, ആ ഒരു ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാലും ആ ശരീരത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതവിടെ അത്രയും സ്ഥലം എടുത്ത് അവിടെ ഇരിപ്പുണ്ടെന്നുള്ളതേ ഉള്ളൂ, ഒരു ഗുണമില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെയും പറയുന്നത്. ആ മരിച്ചു പോയാലൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെ ഈ കിടക്കുന്ന വെറുതെ ചത്തിരിക്കുന്ന പ്രോഗ്രാമിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വെറും സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ്, ഡേറ്റ മാത്രമേ ഉള്ളൂ. ഇനിയാണ് ഇത് മാറുന്നത്. പ്രോസസ് എന്ന് പറയുമ്പം വെൻ എ പ്രോഗ്രാം ഈസ് എക്സിക്യൂട്ടഡ് ഇറ്റ് ഈസ് നോൺ ആസ് പ്രോസസ്. കാര്യം മാറി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ ആ ഡെഡ് ബോഡിയെ ഡോക്ടർ വന്ന് ഒരു പ്രത്യേക മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, എന്നാൽ ഇനിയിപ്പോൾ ഭാവിയിൽ കണ്ടുപിടിക്കുമായിരിക്കും, ആ ഒരു മരുന്ന് കൊണ്ടുവന്ന് ഒരു ഇഞ്ചക്ഷൻ അങ്ങോട്ട് കൊടുത്തതും ദേ കിടക്കും, ചാടി എഴുന്നേറ്റ് അയാൾ എഴുന്നേറ്റിരിക്കുന്നു. അപ്പം മരിച്ചു കിടന്ന ആളിന് ജീവൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾക്ക് എന്തായി? ആക്റ്റീവ് പൊസിഷനിൽ വന്നു. ദറ്റ് ഈസ് ആൻ ആക്റ്റീവ് എൻഡൈറ്റ്. അയാൾക്ക് ലൈഫ് സ്പാൻ വേണം, ഉണ്ട്, ലിമിറ്റഡ് ലൈഫ് സ്പാനാണ്. ചിലപ്പോൾ 60 വയസ്സ്, അല്ലെ 80 വയസ്സ്, അല്ലെ 90, 100 വയസ്സ് വരെ, അല്ലെ 110 വയസ്സ് വരെ ജീവിച്ചിരിക്കും. ഒരു ലൈഫ് സ്പാൻ കൊടുത്തു, അത് കഴിഞ്ഞാണ് മരിക്കണം. നമ്മുടെ കാര്യത്തിൽ പ്രോഗ്രാം ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ആ ഇഞ്ചക്ഷൻ വരെ നമ്മൾ ഇന്ന് ഡബിൾ ക്ലിക്ക് കൊടുത്തു അതിൻ്റെ ഐക്കണിൽ. ഡബിൾ ക്ലിക്ക് കൊടുത്തപ്പോഴത്തേന് അല്ലെങ്കിൽ EXE ഫയൽ കൊടുത്തപ്പോഴത്തേന് അത് ചാടി എഴുന്നേറ്റ് റൺ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ റൺ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേന് പ്രോസസ് ഹോൾസ് റിസോഴ്സ് സച്ച് ആസ് CPU, മെമ്മറി, അഡ്രസ്. ഇവൻ റൺ ചെയ്യണമെങ്കിൽ CPUവിനെ വേണം, ഉടനെ മെമ്മറി വേണം, അഡ്രസ് ലൊക്കേഷൻസ് വേണം, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് വേണം, ഇവൻ എല്ലാ സാധനങ്ങളും വേണം. ഇതെല്ലാം ആരും കൊടുക്കും? CPU കൊടുക്കും. ഇനി എപ്പോഴാണോ ഞാൻ ഈ പ്രോഗ്രാം ക്ലോസ് എന്ന് പറയുന്ന ബട്ടൺ ഞെക്കുന്നത്, അപ്പോൾ ചത്തു. തിരിച്ചാരായി മാറി? പ്രോഗ്രാമായി മാറി. പ്രോസസ്സ് പ്രോഗ്രാമായി മാറി. അപ്പം പ്രോഗ്രാമിന് ജീവൻ വെച്ചാൽ അത് പ്രോസസ്സായി മാറി. ശവത്തിന് ജീവൻ വെച്ചാൽ അത് എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യനായി മാറി. ഇത്രയേ ഉള്ളൂ. അയാൾ ജോലി ചെയ്യും. ഇനി അടുത്തതിലോട്ട് നമുക്ക് പോകാം.
ഓക്കെ ആയല്ലോ. ഇപ്പോൾ ഒരു പ്രോസസ്സ് എന്താണ്, പ്രോസസ്സിനകത്ത് എന്തൊക്കെയാണുള്ളത് മെയിനായിട്ടുള്ളത്? നമുക്കൊന്നുമില്ല, അത് അവിടെ തന്നെ പറയാം. പ്രോസസ് ഈസ് കോൾഡ് ഹെവി വെയ്റ്റ് പ്രോസസ്. അതെന്താ പ്രോസസ് ഈസ് കോൾഡ് ഹെവി വെയ്റ്റ് പ്രോസസ്? ഉണ്ട്. ഹെവി വെയ്റ്റ് പ്രോസസ് എന്നും ലൈറ്റ് വെയ്റ്റ് പ്രോസസ് എന്നും പറഞ്ഞാൽ അത് നമുക്ക് അടുത്തതിൽ പറയാം. ഇവിടെ ഹെവി വെയ്റ്റ് പ്രോസസ് ആണെന്നുള്ളത് അവിടെ ഓർത്തിരിക്കട്ടെ. പ്രോസസ് സ്വിച്ചിങ് യൂസസ് ഇൻ്റർഫേസ് ഇൻ ഒ എസ്. പ്രോസസ് സ്വിച്ചിങ് എന്ന് പറയുന്നത് ആരാണ്? ഇൻ്റർഫേസ് ഇൻ ഒ എസിലാണ് ഇത് നടത്തുന്നത്. ഒ എസ് ആണ് പ്രോസസ് സ്വിച്ചിങ് നടക്കുന്നത്. പ്രോസസ് ഈസ് ഐസൊലേറ്റഡ്. ഒരു പ്രോസസ്സ് ഒന്നിനെ പറ്റൂ, മറ്റൊന്നിന് പറ്റില്ല. ഇതിനൊരു പ്രോസസ്സ് ഉണ്ടെങ്കിൽ അത് ആ പ്രോസസ്സ് ഇൻഡിപെൻഡൻ്റ് ആണ്. മറ്റുള്ളവരായിട്ട് ബന്ധപ്പെട്ട്, മറ്റൊരു പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടല്ല വരുന്നത്. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ തന്നെ അത് ഒ എസ് ലെവലിൽ വലിയൊരു കാര്യമാണ്. സാധാരണഗതിയിൽ ഇൻഡിപെൻഡൻ്റ് ഒ എസ് ആയിരിക്കും. ഇനി പ്രോസസ് കൺസ്യൂംസ് മോർ റിസോഴ്സ് ഒത്തിരി എടുക്കും. എന്തൊക്കെയാണ്? മെമ്മറി എടുക്കുന്നുണ്ട്, ഫയൽസ്, മറ്റു കാര്യങ്ങളൊക്കെ അത് എടുക്കുന്നുണ്ട്. ഇറ്റ് ഓൾസോ ടേക്സ് മോർ ടൈം ഫോർ കോൺടാക്ട് സ്വിച്ചിങ്. ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലേക്ക് ഡേറ്റാസ് ഹാൻഡ് ഓവർ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊരു വലിയൊരു പ്രൊസീജിയറാണ്. പ്രോസസ് ഹസ് നോട്ട് ഇറ്റ്സ് ഓൺ മെമ്മറി സ്പേസ്. എന്താണ് പ്രോസസ്സിന്? ഒരു മെമ്മറി സ്പേസ് ഹാസ് ഇറ്റ്സ് ഓൺ മെമ്മറി സ്പേസ്. അതിൻ്റേതായ മെമ്മറി സ്പേസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഒരു പ്രോഗ്രാം പ്രോസസ്സായി മാറിക്കഴിഞ്ഞാൽ അതിന് കുറേ സാധനങ്ങളുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരളവ് ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ, ആ മരിച്ചുപോയ മനുഷ്യൻ ജീവിച്ച് വന്നാൽ അയാൾക്ക് സ്ഥലം വേണം, സൗകര്യം വേണം, ഉടുപ്പ് വേണം, പിന്നെ വണ്ടി വേണം, ആഹാരം വേണം, ഇതെല്ലാം അയാൾക്ക് അവൈലബിളാണ്. ഇതെല്ലാം ഗവൺമെൻറ് കൊടുത്തേ പറ്റത്തുള്ളൂ. ഒരു കോൺസെപ്റ്റ് എടുക്കുവാണെങ്കിൽ ഗവൺമെൻറ് കൊടുക്കാൻ തരാണെങ്കിൽ അങ്ങനെ കൊടുക്കണം. അപ്പോൾ അയാൾക്ക് 1 ഏക്കർ വസ്തു കൊടുത്തു എന്ന് നോക്കുക. പോട്ടെ, അല്ലെങ്കിൽ 50 സെൻറ്റ് വസ്തു അയാൾക്ക് കൊടുത്തു. ഡ്രസ്സ് വേണം, ഡ്രസ്സ് കൊടുക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, ട്രാൻസ്പോർട്ടേഷനുള്ള സൗകര്യങ്ങൾ കൊടുക്കുന്നു, പിന്നെ ആധാർ കാർഡും കൊടുക്കും. അത് വേണ്ട അയാൾക്ക്? എന്ത് വേണമെങ്കിലും ഇപ്പോൾ ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ അതവിടെ നിൽക്കട്ടെ. നമുക്കൊരു പ്രോസസ്സിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. നമ്മളിവിടെ നോക്കിയാൽ കാണാം, ഒരു കോഡ്, ഡേറ്റ, ഫയൽസ്, രജിസ്റ്റർ, സ്റ്റാക്ക്, ഇത്രയും സാധനങ്ങളൊക്കെ അതിനകത്തുള്ളത്. അപ്പം കോഡ് നമുക്കറിയാം, പ്രോഗ്രാം കോഡ്, ആ പ്രോസസ്സ് റൺ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ്. ഡേറ്റ അതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റാസ്, ഫയൽസ് അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഫയൽസ്, രജിസ്റ്റേഴ്സ് അതിൻ്റെ നമുക്കറിയാമല്ലോ സാധാരണ രജിസ്റ്റർ എന്താണെന്ന്, അതിനകത്ത് ഓരോ സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യാനുള്ള രജിസ്റ്റർ. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ടുള്ള റിസൾട്ട്സുകൾ കൊണ്ടുവന്ന് വെക്കാനുള്ള ഒരു ഏരിയ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ പ്രോസസ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ശരി. പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ആധാർ കിട്ടും എന്നുള്ളത്. ആ ആധാറിനകത്ത് നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റും? ഒരു ആധാറിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആരാണ് അതിൻ്റെ അച്ഛൻ, അമ്മ ആരാണ്, പിന്നെ ഏത് കുടുംബത്തിലെയാണ്, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഗ്യാസ് സിലിണ്ടർ കണക്ഷൻ ഉണ്ട്, ഗ്യാസ് കണക്ഷൻ ഉണ്ടോ, റേഷൻ അരി വാങ്ങിക്കാറുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ആശുപത്രിയിൽ പോയി കിടക്കാറുണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അത് അറിയാം എന്ന് പറയുന്നത് പോലെ ഇവിടെയും എ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് is a data structure used to operating system to store all the information about a process. കണ്ടോ? ആ ഒരു എന്തെല്ലാം ഉണ്ട് ഇൻഫർമേഷൻ അതെല്ലാം അതിനകത്ത് കിട്ടും, അവൈലബിൾ ആണ്. നമുക്ക് നോക്കിയാൽ കാണാം, PCB പോയിൻ്റർ. എന്താണ് PCB പോയിൻ്റർ എന്ന് പറയുന്നത്? നെക്സ്റ്റ് പ്രോസസ് PCB ഏതാണ്, തൊട്ടടുത്ത് വരുന്ന PCB ഏതാണെന്നുള്ളത്. PCB എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്രോസസ് സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റിലാണ്, അത് റെഡി സ്റ്റേറ്റ് ആണോ, റൺ സ്റ്റേറ്റ് ആണോ, വെയിറ്റ് സ്റ്റേറ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് പ്രോസസ് ID, ഓരോ പ്രോസസ്സിനും ഓരോ ID ഉണ്ട്, ആ ഓരോ ID വെച്ചിട്ടായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്, അതാണ് അടുത്തത്. ദെൻ പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടർ നമുക്കറിയാം, ഓരോ ഇൻസ്ട്രക്ഷൻ, ഒരു പ്രോഗ്രാമിന് 100 ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ഓരോ ഇൻസ്ട്രക്ഷനും നമ്പർ ഉണ്ട്. തൊട്ടടുത്ത് വരുന്ന ഏത് ഇൻസ്ട്രക്ഷൻ ആണെന്ന് നമുക്ക് ഈ പ്രോഗ്രാം കൗണ്ടർ നോക്കിയാൽ അറിയാൻ പറ്റും. ദെൻ രജിസ്റ്റേഴ്സ്, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. മെമ്മറി ലിമിറ്റ്, അതായത് മെമ്മറി മാനേജ്മെൻറ്റാണ് ശരിക്കും അത്, എത്ര മെമ്മറി വരുന്നു അതിൻ്റെ മാനേജ്മെൻറ്റാണത്. ദെൻ ലിസ്റ്റ് ഓഫ് ഓപ്പൺ ഫയൽസ്, ഇതിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഫയൽസ് ഓപ്പൺ ചെയ്യുന്നു. ഇതൊക്കെ കൂടാതെ പിന്നെ വരുന്നതാണ് അക്കൗണ്ടിങ്, പിന്നെ എന്താ നമ്മൾ പറയുന്ന സെക്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ കാര്യം ഇതിനകത്ത് യൂസ് ചെയ്യുന്ന റിസോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് IO സ്റ്റാറ്റസ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഏതൊക്കെ വരുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള വേറെ. ഇപ്പം നമുക്ക് പ്രധാനപ്പെട്ട ഇത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത് ഇത്രയും നമ്മളിതിനകത്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് അപ്പോൾ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് എന്താണെന്നും അതിനകത്തുള്ള കണ്ടൻറ്റ് ഏതാണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ വേറൊരു പേരും പറയും, പ്രോസസ് ഡിസ്ക്രിപ്റ്റർ എന്ന് പറയും. പ്രോസസ് ഡിസ്ക്രിപ്റ്റർ ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രോസസ് ഡിസ്ക്രിപ്റ്റർ എന്താ?
when a process is created, എപ്പോഴാണ് ഒരു പ്രോസസ്സ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇനിഷ്യലൈസ് ചെയ്യുന്നത്, ആ സമയത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ അതിൻ്റെ കറസ്പോണ്ടിങ് ഒരു പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് ഉണ്ടാക്കിയിരിക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റിലോട്ട്. പ്രോസസ് കോണ്ടെക്സ്റ്റ്. പ്രോസസ് കോണ്ടെക്സ്റ്റ് ഈസ് ഇറ്റ്സ് കറണ്ട് സ്റ്റേറ്റ്. കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആ ഒരു സന്ദർഭം അല്ലേ. അപ്പോൾ എന്താണോ ഇപ്പം നടന്നത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇൻട്രപ്റ്റ് ഉണ്ടായി, ഹൈ പ്രയോറിറ്റി ഇൻട്രപ്റ്റ് വന്നപ്പോൾ ഈ പ്രോസസ്സിനെ അവിടെ നിർത്തി വെച്ച് മറ്റേ ജോലി ചെയ്യാൻ പോയി. അപ്പോൾ ഈ പ്രോസസ്സ് നിർത്തുന്ന സമയത്ത്, അതിനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഡേറ്റകളാണ് അതിനകത്ത് അന്നേരം ആ സന്ദർഭത്തിലുള്ളത് അതിനെ എടുത്ത് മാറ്റി നമ്മളൊന്ന് വെക്കും. എന്തെല്ലാം രജിസ്ട്രേഷനകത്ത് എന്തെല്ലാം കണ്ടന്റ് അത്രയും സാധനത്തിനെ നമ്മളൊന്ന് മാറ്റി വെക്കും. എന്നിട്ട് മറ്റേത് ഇൻട്രപ്റ്റ് വന്നത് ഏതാണെന്ന് വെച്ചാൽ അത് പ്രോസസ്സ് ചെയ്യും. അത് തീർന്നു കഴിയുമ്പം ഈ മാറ്റി വെച്ച സാധനം എടുത്ത് പിന്നെ എടുത്ത് വെച്ചിട്ട് നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങും. ശരിക്കും അതാണ് പ്രോസസ് കോണ്ടെക്സ്റ്റ് എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു പ്രോസസ്സ്, കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് ഇസ് ദ പ്രൊസീജിയർ ഓഫ് സ്റ്റോറിങ് ദ സ്റ്റേറ്റ് ഓഫ് ആൻ ആക്റ്റീവ് പ്രോസസ്. ഒരു ആക്റ്റീവ് പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഫോർ CPU വെൻ ഇറ്റ് ഹാസ് ടു സ്റ്റാർട്ട് എക്സിക്യൂഷൻ ന്യൂ വൺ. പിന്നെ ഒരു പുതിയ എണ്ണം വേണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്ത് ഉപയോഗിക്കാനുള്ള രീതിയിൽ, അതായത് ഇതിൻ്റെ കണ്ടന്റ് പിന്നത്തേക്ക് മാറ്റി വെച്ച് പിന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിലാക്കുക. അതാണ് കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. കേട്ടിരുന്നതിന് വളരെയധികം താങ്ക്സ്. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത പാർട്ടുകളായിട്ടുള്ള ത്രെഡ്, ടാസ്ക് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതിനെക്കുറിച്ച് കേട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.